വൈജ്ഞാനിക മുന്നേറ്റത്തിന്റെ മഹാവിസ്ഫോടനം തീർത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഹമദാനിയ UP സ്കൂളിന്റെ ഗോൾഡൻ ജൂബിലിയോടനുബന്ധിച്ചുള്ള പ്രചരണ ജാഥയിലാണ് നാം ഇന്ന് സന്നിഹിതരായിട്ടുള്ളത്. നാം തീരദേശത്തിന്റെ മക്കളാണ്, കടലിന്റെ മക്കളാണ്. 50 വർഷങ്ങൾക്ക് മുമ്പ് ആഴിയിൽ മുത്തമിട്ടവർക്കൊരു മോഹമുണ്ടായി. ചന്ദ്രനിലാവലകളാൽ അവരെ വല്ലാതെ മോഹിപ്പിക്കുകയും ആകാശത്തിന്റെ ശോഭയിൽ ഊറ്റം കൊള്ളുകയും ചെയ്ത അവർ ആകാശത്തിലേക്കൊന്ന് എത്തിനോക്കാൻ, ചന്ദ്ര താരകങ്ങളെ കൈപ്പിടിയിലൊതുക്കാൻ അവർക്ക് അദമ്യമായ ആഗ്രഹമുണ്ടായി. ഈ ആഗ്രഹങ്ങളുടെ സഫലീകരണത്തിനായിട്ടാണ് 50 വർഷങ്ങൾക്ക് മുമ്പ്, 5 പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ഹമദാനിയ UP സ്കൂൾ എന്ന് പറയുന്ന വിദ്യാലയം നമ്മുടെ നാട്ടിൽ സ്ഥാപിതമായിട്ടുള്ളത്. ഇതിന്റെ ഒരു ചരിത്രമുണ്ട്. നവോത്ഥാന നായകരുടെ ചരിത്രം നമ്മൾ പറയുമ്പോൾ, സാംസ്കാരിക നായകരുടെ ചരിത്രം നമ്മൾ പറയുമ്പോൾ, വിദ്യാഭ്യാസ നായകരുടെ ചരിത്രം പറയുമ്പോൾ, ഇവിടെ മൗലവിയും അങ്ങ് തിരുവിതാംകൂറിൽ നമ്മൾ അയ്യങ്കാളിയുടെയും ഒക്കെ ചരിത്രം പറയുമ്പോൾ അവരുടെ നീണ്ട ലിസ്റ്റിലൊന്നും പെടാത്ത തികച്ചും സാധാരണക്കാരിൽ സാധാരണക്കാരായ മത്സ്യത്തൊഴിലാളികളായിരുന്നു ഈ വിദ്യാലയത്തിന് ബീജാവാപം നൽകിയത് എന്ന വലിയ പ്രത്യേകത ഈ സ്ഥാപനത്തിനുണ്ട്. അവർക്കൊരാഗ്രഹമേ ഉണ്ടായിരുന്നുള്ളൂ. 4 ഭാഗവും വെള്ളത്താൽ ചുറ്റപ്പെട്ട് കിടന്നിരുന്ന ആ പ്രദേശത്തെ വിദ്യാർത്ഥികൾ സ്കൂളിൽ പോകാറുണ്ടായിരുന്നില്ല. അവിടെയുള്ള കുട്ടികൾക്ക് വിദ്യ അഭ്യസിക്കാൻ, അവിടെയുള്ള കുട്ടികൾ സ്കൂളിൽ പോകാനുള്ള അവരുടെ അദമ്യമായ ആഗ്രഹത്തിന്റെ മുന്നിലാണ് വർഷങ്ങൾക്ക് മുമ്പ്, 5 പതിറ്റാണ്ടുകൾക്ക് മുമ്പ്, 50 വർഷങ്ങൾക്ക് മുമ്പ് ഹമദാനിയ എന്ന് പറയുന്ന വിദ്യാലയം അവർ പടുത്തുയർത്തിയിട്ടുള്ളത്. സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അന്ന് അവരതുയർത്തുമ്പോ അവർക്കൊരു ലക്ഷ്യമുണ്ടായിരുന്നു. കുട്ടികൾ പഠിക്കണമെന്ന ലക്ഷ്യമായിരുന്നു, അക്ഷരം അഭ്യസിക്കണമെന്ന ലക്ഷ്യമായിരുന്നു. പക്ഷെ ഇന്നതല്ല. ഇന്ന് നമ്മുടെ മക്കൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു. പഠിക്കാത്ത, വായിക്കാനറിയാത്ത, എഴുതാനറിയാത്ത കുട്ടികളില്ല. ആ കാലഘട്ടം നമുക്കറിയാം. ആ കാലഘട്ടം എന്ന് പറഞ്ഞാൽ കുട്ടികളെ സ്കൂളിലേക്ക് അയക്കാൻ രക്ഷിതാക്കൾ മടിച്ചിരുന്നൊരു കാലഘട്ടമായിരുന്നു. ആ കാലഘട്ടത്തിൽ നിന്ന് നേരെ മാറി ഇന്ന് വിദ്യാലയം മാറി, നമ്മുടെ നാട് മാറി, അഴീക്കോട് മാറി, തീരദേശം മാറിയിരിക്കുന്നു. ഇന്നെന്താണ് നമുക്ക് ലക്ഷ്യമുള്ളത്? പൂർവകാല സൂര്യകളുടെ പ്രതീക്ഷകൾക്ക് നിറച്ചാർത്തുകൾ പകർത്തിക്കൊണ്ട് 50 പതിറ്റാണ്ടിന്റെ ഓർമ്മകളും 50 പതിറ്റാണ്ടിന്റെ പുരോഗതിയും പ്രാപിച്ചുകൊണ്ടാണ് നമ്മുടെ വിദ്യാലയം എന്ന് മഹാവിസ്ഫോടനം തീർത്ത് ഈ നാടിന്റെ ദീപസ്തംഭമായെന്ന് ഉയർന്നു നിൽക്കുന്നത് എന്നതിൽ ഒരു സംശയവും നമുക്കില്ല. എങ്ങനെയാണ് മറ്റു വിദ്യാലയങ്ങളിൽ നിന്ന് നമ്മുടെ വിദ്യാലയം മാറുന്നത്? നമ്മുടെ വിദ്യാലയത്തിന് ചില സവിശേഷതകളുണ്ട്. വിദ്യാലയത്തിന് നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ഹമദാനി അറിയാത്തവരാരും എന്റെ മുന്നിൽ നിൽക്കുന്നില്ല. എങ്കിലും പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ വിദ്യാലയം മുന്നോട്ട് വെക്കുന്ന ഒരുപാട് മൂല്യങ്ങളുണ്ട്. ആ മൂല്യങ്ങളെ കുറിച്ച് പറയാൻ മാത്രം ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇന്ന് ഞാൻ പറഞ്ഞുവല്ലോ, പൂർവകാല സൂരികൾ വിദ്യാലയം പടുത്തുയർത്തുമ്പോൾ അവരുടെ ലക്ഷ്യം പഠിപ്പിക്കുക എന്നതായിരുന്നുവെങ്കിൽ, സ്കൂളിലേക്കുക എന്നായിരുന്നുവെങ്കിൽ, ഇന്ന് അങ്ങനെയല്ല. ഒരുപാട് സ്കൂളുകളുണ്ട്, പഠിക്കാൻ ഒരുപാട് മാർഗങ്ങളുണ്ട്. കുട്ടികൾ പഠിച്ചാൽ മാത്രം പോരാ, അക്ഷരം പഠിച്ചാൽ മാത്രം പോരാ, വിദ്യ അഭ്യസിച്ചാൽ മാത്രം പോരാ. പുതിയ കാലത്തിന്റെ ചുമരെഴുത്തുകൾ വായിക്കാൻ പ്രാപ്തരായ വിദ്യാർത്ഥികളായി മാറണം നമ്മുടെ വിദ്യാർത്ഥികളെന്ന ഉറച്ച ബോധ്യം ഞങ്ങൾക്കുണ്ട്. അതുകൊണ്ടാണ് ഹമദാനിയ UP സ്കൂൾ ഒരു വിഷൻ 30 എന്ന പേരിൽ പുതിയ സ്വപ്നങ്ങൾ ഞങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുകയാണ്. വിഷൻ 30 എന്ന് പറഞ്ഞാൽ പുതിയ കാലഘട്ടത്തോട് വിവര സാങ്കേതിക വിദ്യ ഉറ്റംഗതിയിൽ നിൽക്കുന്ന ഒരു കാലഘട്ടത്ത്, സിറ്റിസൺ ജേർണലിസത്തിന്റെ കാലഘട്ടത്ത്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ കാലഘട്ടത്ത് പുതിയ കാലത്തിന്റെ ചുമരെഴുത്തുകൾ വായിക്കാൻ പ്രാപ്തരായ വിദ്യാർത്ഥികളായി മാറണം നമ്മുടെ വിദ്യാർത്ഥികളെന്ന ഉറച്ച ആഗ്രഹം ഞങ്ങൾക്കുണ്ട്. ആഗ്രഹത്തിന്റെ ഭാഗമായിക്കൊണ്ടാണ് വിഷൻ 30 നിങ്ങൾക്ക് മുമ്പിൽ നിൽക്കുന്നത്. എന്താണ് വിഷൻ 30? വിഷൻ 30 എന്ന് പറഞ്ഞാൽ പ്രധാനമായും ലക്ഷ്യം വെക്കുന്നത് ഞാൻ പറഞ്ഞുവല്ലോ, വിവര സാങ്കേതികയുടെ കാലഘട്ടമാണ്, AI-യുടെ കാലഘട്ടമാണ്. നമ്മുടെ മക്കൾ AI-യുടെ കാലഘട്ടത്തിൽ ജീവിക്കുമ്പോ വലിയ ഫീസ് വാങ്ങി, വലിയ ഡൊണേഷൻ വാങ്ങി പഠിക്കുന്നവരോട് പോലും അവരോട് മുന്നിൽ മിഴിച്ചു നിൽക്കേണ്ടവരല്ല നമ്മുടെ മക്കൾ. സമൂഹത്തിന്റെ, ഈ നാടിന്റെ നേതൃപദം കൈയാളേണ്ടവരാണ് നമ്മുടെ വിദ്യാർത്ഥികൾ, പാവപ്പെട്ട സാധാരണക്കാരന്റെ മക്കൾ. അതുകൊണ്ടാണ് വിഷൻ 30 ഒരുപാട് സ്വപ്ന പദ്ധതികൾ മുന്നോട്ട് വെക്കുന്നു. അതിന്റെ ഭാഗമാണ് AI സങ്കേതങ്ങൾ കുട്ടികളെ പരിചയപ്പെടുത്തുന്നത്. നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാകും, ഇന്നലെ മിഞ്ഞാന്ന് നടന്ന റോബോട്ടിക് എക്സ്പോ,
മഹാവിജയമായിരുന്നു. ഈ നാട്ടിലെ ഒരുപാട് ആളുകൾ, ചെറിയവരെന്ന പോലെ മുതിർന്നവർക്ക് ആസ്വദിക്കാനും നവ്യാനുഭവം പകർന്ന ഒരു റോബോട്ടിക് എക്സ്പോ നമ്മൾ സംഘടിപ്പിച്ചത് നമ്മുടെ മക്കൾ റോബോട്ടിക്കിന്റെ അനന്തമായ സാധ്യതകൾക്ക് മുന്നിലേക്ക് നമ്മുടെ മക്കൾ എത്തിപ്പെടാൻ വേണ്ടിയിട്ടാണ്. AI സങ്കേതങ്ങൾ കുട്ടികൾ പരിചയപ്പെടുത്തി കഴിഞ്ഞിരിക്കുന്നു. ദൃശ്യമാധ്യമ രംഗത്ത് കൂടി കൈയാളാൻ കഴിയുന്ന ശേഷിയും പക്വതയും നമ്മുടെ മക്കൾക്ക് നമ്മൾ കൊടുക്കുന്നുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, നിങ്ങൾക്കറിയുമോ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 6 വർഷമായി പതിവ് തെറ്റാതെ പുറത്തിറങ്ങുന്ന ഒരു കൊച്ചു വിദ്യാലയം, 6 വർഷമായി പതിവ് തെറ്റാതെ വിദ്യാർത്ഥികളുടെ പത്രമിറങ്ങുന്ന മറ്റൊരു കലാലയത്തെ നിങ്ങൾക്കറിയുമോ? നമ്മുടെ വിദ്യാലയത്തിൽ പതിവ് തെറ്റാതെ ഇറങ്ങിക്കൊണ്ടിരിക്കാൻ കുട്ടികളാണ് എഴുതുന്നത്. അവർക്ക് എഴുതാനുള്ള അവസരം, രക്ഷിതാക്കളുടെ പത്രമുണ്ട്, അധ്യാപകരുടെ കവിതാ സമാഹാരം പുറത്തിറങ്ങി. ഒരു പ്രസിദ്ധീകരണ വിഭാഗമുള്ള ഒരു കൊച്ചു വിദ്യാലയം നമുക്ക് മറ്റു വിദ്യാലയങ്ങളെ നമുക്ക് കണ്ടെത്താൻ കഴിയും. അങ്ങനെ പ്രസിദ്ധീകരണ വിഭാഗമാകട്ടെ, ദൃശ്യമാധ്യമ രംഗത്താകട്ടെ, സിറ്റിസൺ ജേർണലിസത്തിന്റെ കാലഘട്ടത്തിൽ കുട്ടികൾ അവർ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവരാണ്. ഓരോ വ്യക്തിയും ജേർണലിസ്റ്റുകളായി മാറുന്ന കാലഘട്ടത്തിൽ നമ്മുടെ മക്കൾക്ക് മൈക്ക് പിടിക്കാൻ മടിയില്ലാത്ത മക്കൾ, സംസാരിക്കാൻ മടിയില്ലാത്ത മക്കൾ, ആർക്ക് മുന്നിലും ചങ്കൂറ്റത്തോടുകൂടി കാര്യം അവതരിക്കാൻ പ്രാപ്തരായ മക്കളെ വിഷൻ 30 ഹമദാനിയ UP സ്കൂളിലൂടെ നമ്മൾ ഈ ലോകത്തിന് സമർപ്പിക്കുകയാണ്. ഞാൻ അവസാനിപ്പിക്കുക. ഞാൻ പറഞ്ഞു വരുന്നത് ഇങ്ങനെയുള്ള ഒരുപാട് സ്വപ്നങ്ങൾ, റോബോട്ടിക്സിന്റെ ലോകത്തേക്ക്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ലോകത്തേക്ക്, ഇങ്ങനെ വൈവിധ്യമാർന്ന പ്രോഗ്രാമുകളോടെ അതുമാത്രമാണോ സാമൂഹിക പ്രതിബദ്ധതയോടുകൂടി നമ്മുടെ മക്കൾ മുന്നോട്ട് വരികയാണ്. നിങ്ങളൊക്കെ കടകളിൽ നമ്മുടെ പ്രിയപ്പെട്ട മക്കൾ എഴുതിയ, അവരുടെ കൈപ്പടയിൽ എഴുതിയ കത്തുമായി വന്നത് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ലഹരിക്കെതിരെ വാചക കസർത്തുകളല്ല, ലഹരിക്കെതിരെയുള്ള വലിയ ഉദ്ഘോഷണങ്ങളല്ല, അവരുടെ കൊച്ചു കൈപ്പടയിൽ പ്രിയപ്പെട്ട കടച്ചേട്ട നിങ്ങൾ ലഹരി വിൽക്കരുത് എന്ന് പറഞ്ഞ് ഓരോ കടകളും കടകടാന്തരങ്ങളും കയറിയിറങ്ങിക്കൊടുത്തത് സാമൂഹിക പ്രതിബദ്ധത വിളിച്ചോതുന്ന ഇങ്ങനെ വൈവിധ്യമാർന്ന പ്രോഗ്രാമുകളിലൂടെ നമ്മുടെ യാത്ര ഇങ്ങനെ പോയി ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. 50 വർഷങ്ങളുടെ 5 പതിറ്റാണ്ടുകളുടെ വിജ്ഞാന മുന്നേറ്റത്തിന്റെ ഈ മധുരസ്മരണകൾ ഓർത്തുവെക്കുന്ന നാളെ നടക്കുന്ന സാംസ്കാരിക സമ്മേളനത്തിലേക്ക് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ വളരെ സ്നേഹത്തോടുകൂടി ഞാൻ നിങ്ങളെ ക്ഷണിക്കുകയാണ്. പ്രിയമുള്ളവരെ, പൊതുവിദ്യാലയം നാടിന്റെ നന്മയാണ്. ഇത് പറയാതെ പോകാൻ കഴിയില്ല. ഒരു വിദ്യാഭ്യാസത്തെക്കുറിച്ച് നമുക്കറിയാം. ഏത് വിദ്യാഭ്യാസ സ്ഥാപനത്തെയാണ് നമ്മൾ തെരഞ്ഞെടുക്കേണ്ടത്? എന്താണ് പൊതുവിദ്യാലയത്തിന്റെ പ്രസക്തി? ഈ നാടിന്റെ മൈത്രിയും നാടിന്റെ സ്നേഹവും ഉയർത്തുന്നതിൽ പൊതുവിദ്യാലയങ്ങൾ വഹിച്ച പങ്ക് നിസ്തുല്യമാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇവിടെ ഒരു പ്രശ്നമുണ്ടല്ലോ. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്താണ്? ഇവിടെ നാം അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം ഏതെന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ നമുക്ക് പറയാനുണ്ടാകും അത് പട്ടിണിയാണെന്ന്. ഈ അടുത്ത് ഞാൻ കണ്ടൊരു കാഴ്ച, പ്രിയമുള്ള സഹോദരങ്ങളെ, പട്ടിണി കൊണ്ട്, ദാരിദ്ര്യം കൊണ്ട് മരണപ്പെടാനിരിക്കുന്ന ഒരു കൊച്ചുകുട്ടിയുടെ മുന്നിൽ കഴുകനിരിക്കുന്ന ഒരു ചിത്രം സാമൂഹിക മാധ്യമങ്ങളിലൂടെ നമ്മൾ കണ്ടതാണ്. എന്നിട്ടും ഞാൻ പറയുന്നു, നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയ പ്രശ്നമെന്ന് പറയുന്നത് ദാരിദ്ര്യമല്ല. നമ്മുടെ നാട്ടിൽ പ്രകൃതിപരമായ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, പ്രകൃതിക്ഷോഭങ്ങളുണ്ട്. എന്നിട്ടും ഞാൻ പറയുന്നു, നമ്മുടെ നാട്ടിന്റെ ഏറ്റവും വലിയ പ്രശ്നം അത് പ്രകൃതിക്ഷോഭങ്ങളല്ല. നമ്മുടെ നാടിന്ന് അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നമെന്ന് പറയുന്നത് അപരത്വ നിർമ്മിതിയാണ്, അന്യവൽക്കരണമാണ്. നമ്മളെന്നിടത്തേക്ക് ഞാനും നീയുമായി ചുരുങ്ങുന്ന വല്ലാത്തൊരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഹിന്ദു മുസ്ലിം മൈത്രിക്ക് വിഘാതം സൃഷ്ടിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ പ്രിയമുള്ള സഹോദരങ്ങളെ, തട്ടമിട്ട കുട്ടിക്കും പൊട്ടുതൊട്ട കുട്ടിക്കും ഒരേപോലെ വരാൻ കഴിയുന്ന വിദ്യാലയത്തെക്കുറിച്ചാണ് നമുക്ക് പറയാനുള്ളത്. സ്നേഹമാണ് വിദ്യാലയം. പൊതുവിദ്യാലയങ്ങൾ നാടിന്റെ നന്മ വിളിച്ചോതുന്നു. എല്ലാവരും പഠിക്കട്ടെ. ഞാൻ ഈ അടുത്ത് വായിച്ച മനോഹരമായ കവിത ഞാൻ ഓർക്കുകയാണ്. ആ കവിതയുടെ സാരം ഇങ്ങനെയാണ്: ഹിന്ദു കുട്ടികൾ ഹൈന്ദവ സ്കൂളുകളിൽ പഠിക്കുന്നു, മുസ്ലിം കുട്ടികൾ മുസ്ലിം വിദ്യാലയങ്ങളിൽ പഠിക്കുന്നു, ക്രൈസ്തവ സ്കൂളുകളിൽ പഠിക്കുന്നു. അങ്ങനെ എല്ലാവരും മറ്റു മതസ്ഥരെ കാണാതെ സ്നേഹാശ്രിതങ്ങളില്ലാതെ അവരിങ്ങനെ ജീവിച്ചു പോകുമ്പോ അവിടെ വർഗീയതയുണ്ടാകുന്നു. അന്ന് നമ്മൾ പഠിച്ച സർക്കാർ സ്കൂളിലെ പൊതുവിദ്യാലയങ്ങളിലെ മക്കൾ, നമ്മുടെ മക്കൾ തമ്മിൽ കലഹിക്കുമ്പോ, മതവരി കൊണ്ടവർ കലഹിക്കുമ്പോ നമ്മുടെ മക്കളെ ആ തിരുത്താൻ സർക്കാർ വിദ്യാലയങ്ങളിൽ നിന്ന് വരുന്ന മക്കൾ ഉണ്ടാകുമെന്ന് പറയുന്ന മനോഹരമായ ഒരു കവിത ഈ അടുത്ത് വായിച്ചത് ഞാൻ ഓർക്കുകയാണ്. ഈ നാടിന്റെ ഐക്യം,
നമുക്ക് പ്രത്യേകതയുണ്ടെങ്കിൽ ഈ നാടിന്റെ ഐക്യത്തിന്, ഈ നാടിന്റെ സ്നേഹത്തിന്, ഈ നാട് ഇതേപോലെ ഭരണഘടന മുന്നോട്ട് വെക്കുന്ന മതേതര മൂല്യങ്ങളെല്ലാം ഉണ്ടാകണമെങ്കിൽ പ്രിയമുള്ള സഹോദരങ്ങളെ, പൊതുവിദ്യാലയങ്ങളെ നിങ്ങൾ ചേർത്തു പിടിക്കണമെന്ന് വളരെ വിനയത്തോടുകൂടി ഞാൻ നിങ്ങൾക്ക് മുന്നിൽ വെക്കുകയാണ്. ഇത് കൂടുതൽ വിശദീകരിക്കേണ്ടതില്ല. അതുകൊണ്ട് പ്രിയമുള്ള സഹോദരൻ എല്ലാവരെയും 31-ാം തീയതി നാളെ നടക്കുന്ന സാംസ്കാരിക സമ്മേളനം ബഹുമാന്യായ കയ്പമംഗലം MLA E.T. ഡെയ്സൺ മാസ്റ്റർ ഉദ്ഘാടനം നിർവഹിക്കുന്ന സാംസ്കാരിക സമ്മേളനത്തിലേക്കും സാമൂഹിക, രാഷ്ട്രീയ, കലാ, സാഹിത്യ രംഗങ്ങളിലെ ഒരുപാട് പ്രമുഖ വ്യക്തിത്വങ്ങൾ അണിനിരക്കുന്ന ഈ സമ്മേളനത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. രാവിലെ നമ്മുടെ സീരി സാഹിബ് ഗ്രൗണ്ടിൽ നിന്ന് ആരംഭിക്കുന്ന സാംസ്കാരിക വൈവിധ്യങ്ങൾ വിളിച്ചോതുന്ന സാംസ്കാരിക ഘോഷയാത്രയിലേക്കും സ്നേഹത്തോടുകൂടി പ്രിയമുള്ള നാട്ടുകാരെ നിങ്ങളെ ക്ഷണിക്കുകയാണ്. ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. ഒരിക്കൽ കൂടി നാളെ നടക്കുന്ന പ്രോഗ്രാമിലേക്ക്, ഈ വിജ്ഞാന വിസ്ഫോടനത്തിന്റെ 50 വർഷത്തെ ഓർമ്മകൾ അഴിവെക്കുന്ന സ്കൂളിന്റെ വാർഷികത്തിലേക്ക് എല്ലാ ആളുകളെയും ഒരിക്കൽ കൂടി സ്വാഗതം ക്ഷണിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം.